യുദ്ധത്തിന്റെ അന്ത്യം കാണാതെ ഒരടി പോലും ഞാൻ പിന്നോട്ട് വയ്ക്കില്ല. 60 ദിവസത്തെ വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഗാസയിൽ സമാധാനം വിതയ്ക്കാൻ വേണ്ടിയല്ല. ഹമാസികളുടെ ഒരവശേഷിപ്പ് പോലും ഇല്ലാതെ തന്നെ അവരെ ഈ ഭൂമുഖത്ത് നിന്ന് തന്നെ ഇല്ലാതാക്കാൻ വേണ്ടിയാണ്. ആശ്വാസ വാക്കുകൾ ചൊരിയാനുമല്ല. അതുപോലെ തന്നെ അസ്വസ്ഥത കെടുത്തുന്നതിനായി തന്നെ ഇവർ ഇനി തലപൊക്കാൻ പാടില്ല. ഇത് ചർച്ചയിലൂടെ തന്നെ നേടിയെടുക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ ഞങ്ങൾ ഉടൻ തന്നെ മറ്റു പോംവഴികൾ നോക്കുക തന്നെ ചെയ്യും. ശക്തമായ മുന്നറിയിപ്പാണ് ഹമാസ് പോരാളികൾക്ക് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നൽകിയിരിക്കുന്നത്. വെടിനിർത്തലിന് ഞങ്ങൾ തയ്യാറാണ് എന്ന് പച്ചക്കൊടി ഹമാസ് കാണിച്ചെങ്കിൽ പോലും പ്രതികാര മനോഭാവത്തോടു കൂടി തന്നെയാണ് അവർ മുന്നോട്ട് നീങ്ങുന്നത്. കഴിഞ്ഞ ദിവസം പോലും 5 IDF ഉദ്യോഗസ്ഥരെ നിഷ്കരണം ഇല്ലാതാക്കുകയാണ് ഉണ്ടായത്. ഇതോടുകൂടി തന്നെ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നും ഗാസയ്ക്ക് ഒരു ദയാദാക്ഷിണ്യവും പ്രതീക്ഷിക്കേണ്ട എന്ന് തന്നെയാണ് നെതന്യാഹുവിന്റെ ഈ വാക്കുകളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഗാസയിലെ വെടിനിർത്തൽ ചർച്ചകൾ പുരോഗമിക്കുന്നതിന് ഇടയിലാണ് അദ്ദേഹത്തിന്റെ ഈ പ്രസ്താവന വന്നിരിക്കുന്നത്. നെതന്യാഹുവിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ഹമാസിനെ തുടച്ചു നീക്കുക എന്ന ലക്ഷ്യത്തിൽ നിന്ന് ഒരു വിട്ടുവീഴ്ചയ്ക്കും ഞങ്ങൾ തയ്യാറല്ല. ചർച്ചയിലൂടെ തന്നെ ഗാസയിലെ ഹമാസിന്റെ അവശേഷിപ്പ് ഇല്ലാതാക്കാനാകുമോ എന്നൊന്ന് ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ അതില്ല എങ്കിൽ മറ്റു വഴികളിലൂടെ തങ്ങൾ അത് ചെയ്യുമെന്നും ഇസ്രായേൽ സൈന്യത്തിന്റെ ശക്തി ചൂണ്ടിക്കാട്ടിക്കൊണ്ട് നെതന്യാഹു പറഞ്ഞു. ഹമാസിനെതിരായ ഇസ്രായേലിന്റെ യുദ്ധം അവസാനിച്ചിട്ടില്ല എന്നും ഒരു താൽക്കാലിക വെടിനിർത്തൽ പോലും ഗാസയിലെ ഹമാസിന്റെ സൈനിക ഭരണശേഷിപ്പുകൾ പൂർണ്ണമായും ഇല്ലാതാക്കുക എന്ന തന്റെ സർക്കാരിന്റെ ആത്യന്തിക ലക്ഷ്യം പിന്തുടരുന്നതിൽ നിന്നും അത് പിന്തിരിപ്പിക്കാനാകില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി. ചർച്ചയിലുള്ള 60 ദിവസത്തെ വെടിനിർത്തൽ സമാധാനത്തിലേക്കുള്ള വഴിയല്ല എന്നും നെതന്യാഹു വ്യക്തമാക്കി. ഇസ്രായേലിന്റെ പ്രധാന വ്യവസ്ഥകളായ ഹമാസിന്റെ പൂർണ്ണമായ നിരായുധീകരണം, അതുപോലെ ഹമാസിന്റെ ഭരണം അവസാനിപ്പിക്കുക എന്നിവയ്ക്ക് സമ്മതിച്ചാൽ മാത്രമേ അത് സാധ്യമാകൂ, അല്ലെങ്കിൽ സമാധാനത്തിലേക്കുള്ള വഴിയാകൂ എന്നും നെതന്യാഹു വ്യക്തമാക്കുന്നുണ്ട്. ഇത് ചർച്ചകളിലൂടെ നേടിയെടുക്കാൻ കഴിയുമെങ്കിൽ അത്രയും നല്ലതാണ്. അല്ലെങ്കിൽ സൈന്യത്തിന്റെ ശക്തി പ്രയോഗിച്ചുകൊണ്ട് ഞങ്ങൾ അത് മറ്റു വഴികളിലൂടെ തന്നെ നേടിയെടുക്കുമെന്ന മുന്നറിയിപ്പ് കൂടിയാണ് അദ്ദേഹം നൽകിയിരിക്കുന്നത്. മുൻപ് 2 തവണ വെടിനിർത്തൽ വന്നപ്പോഴും ആവശ്യമുള്ളപ്പോൾ തങ്ങൾ ധിക്കരിച്ചിട്ടുണ്ട് എന്നും നെതന്യാഹു വ്യക്തമാക്കുകയുണ്ടായി. ആദ്യ വെടിനിർത്തലിനു ശേഷം ഇനി യുദ്ധത്തിലേക്ക് മടങ്ങരുത് എന്ന് ഞങ്ങളോട് അവർ പറഞ്ഞിരുന്നു. ഞങ്ങൾ മടങ്ങി വന്നു. 2ാമത്തെ വെടിനിർത്തലിന് ശേഷവും പോരാട്ടം പുനരാരംഭിക്കരുതെന്നും പറഞ്ഞു. ഞങ്ങൾ പുനരാരംഭിച്ചു. ഇപ്പോൾ 3ാം തവണയും പറയുന്നു യുദ്ധം അവസാനിപ്പിക്കണമെന്ന്. ഞങ്ങൾ കൂടുതൽ എന്തെങ്കിലും പറയണമെന്നും അദ്ദേഹം ചോദിക്കുന്നു. അതുപോലെ 4 ദിവസത്തെ സന്ദർശനത്തിനും ട്രംപുമായുള്ള കൂടിക്കാഴ്ചയ്ക്കും ശേഷം US-ൽ നിന്ന് മടങ്ങിയെത്തിയ ശേഷമായിരുന്നു നെതന്യാഹുവിന്റെ ഇത്തരമൊരു പ്രതികരണം വന്നിരിക്കുന്നത്. ഇതിനിടയിലാണ് ഗാസയിൽ 21 മാസം പിന്നിട്ട് യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള ആ ഒരു കരാറിലേക്ക് എത്തുന്നതിനായി തന്നെ ശേഷിക്കുന്ന ബന്ദികളെ 10 പേരെ വിട്ടയക്കാൻ തയ്യാറാകണമെന്ന് ഹമാസ് കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു. ഖത്തറിന്റെ മധ്യസ്ഥതയിൽ തന്നെ ദോഹയിൽ നടന്ന 4 ദിവസത്തെ വെടിനിർത്തൽ ചർച്ചയ്ക്ക് ശേഷമായിരുന്നു ഈ തീരുമാനം ഉണ്ടായത്. വെടിനിർത്തലുമായി ബന്ധപ്പെട്ട് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും വൈറ്റ് ഹൗസിൽ വെച്ച് 2 തവണ ചർച്ച നടത്തിയ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. ഇസ്രായേലിന്റെ പിടിവാശി സന്ധി സംഭാഷണം അത് ബുദ്ധിമുട്ടാകുന്നുണ്ട് എന്നും 10 ബന്ദികളെ മോചിപ്പിക്കണമെന്ന പ്രസ്താവനയിൽ ഹമാസ് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. പാലസ്തീൻകാരുടെ കഷ്ടപ്പാടുകൾക്ക് അറുതി വരുത്തുന്നതിനും അവരുടെ സുരക്ഷയ്ക്കും സ്വാതന്ത്ര്യത്തിനും അന്തസ്സിനുമുള്ള ജീവിതവും ഉറപ്പാക്കുന്നതിനുമായി മധ്യസ്ഥരുമായി ഗൗരവകരമായ ചർച്ചകളിലേക്ക് ഏർപ്പെടുകയാണ് വേണ്ടതെന്നും, അതുപോലെ ഗാസയിലേക്ക് സഹായങ്ങൾ സ്വതന്ത്രമായി തന്നെ എത്താനുള്ള സൗകര്യം, ഇസ്രായേലിന്റെ സൈനിക പിന്മാറ്റം, സമ്പൂർണ്ണ യുദ്ധവിരാമം തുടങ്ങിയ കാര്യങ്ങൾ യഥാർത്ഥ ഉറപ്പ് ലഭിക്കാൻ തടസ്സങ്ങൾ നേരിട്ടിട്ടുണ്ടെന്നാണ് ഹമാസിന്റെ പ്രസ്താവനയിലൂടെ വ്യക്തമാക്കുന്നതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.